Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുന്നത്. ഇറ്റ്സ് എ മെക്സിക്കൻ ഡിഷ്. അതെന്ന് വെച്ചാൽ ബുറീറ്റോ കേട്ടിട്ടില്ലേ? അതാ ചെയ്യാൻ പോകുന്നത്. ബുറീറ്റോ റാപ്പ് ഉണ്ട്, ബുറീറ്റോ എന്താ പറയുക ബൗളുണ്ട്, എല്ലാം ചെയ്യാം. റാപ്പ് ചെയ്യാൻ പറ്റാത്തവരാണ് ബൗളിൽ വെക്കുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇവിടെ മെക്സിക്കൻ സീസണിങ് ഒക്കെ കിട്ടാനും അല്ലെങ്കിൽ ഒരു കവർ മേടിക്കാൻ, അതിൻ്റെ ആ ഒരു സീസണിങ് മേടിക്കാനുള്ള കവർ കിട്ടുമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. കിട്ടുമായിരിക്കും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ അഥവാ എല്ലാ സ്ഥലങ്ങളിലും അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യണ്ടേ? ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല. പക്ഷെ എല്ലാ സ്റ്റോഴ്സിലും കിട്ടുന്ന സാധനങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് മേടിച്ചേച്ച് നമ്മളൊന്ന് ചേർത്താൽ മതി. അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് ശരിക്കും ഒരു ഇതിനകത്ത് ചോറുണ്ട്, രാജ്മ, കുറച്ചൊരു ഹെൽത്തി ആണോ ചോദിച്ചാൽ വെജിറ്റേറിയൻ വേർഷനും ഹെൽത്തിയാണ്. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ നോൺ വെജിറ്റേറിയനും ഹെൽത്തിയാണ്. കാരണം നോൺ വെജിറ്റേറിയനിൽ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അപ്പം ഇതിന് വേണ്ടിയ കാര്യങ്ങളെല്ലാം വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് മെക്സിക്കൻ ഡിഷ് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോവുക. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. എൻ്റെ അമ്മമാർക്കും എൻ്റെ ചേച്ചിമാർക്കും ഒക്കെ പറഞ്ഞു തരാനും. ഇനി എന്താ പറയുക, ഒരു ബൊറീറ്റോ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് അത് കഴിക്കാൻ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ ഇതിനകത്ത് രാജ്മ പയർ ചേർന്നുണ്ട്. രാജ്മ പയറിനകത്ത് ഒരു ഇതെന്നാന്ന് വെച്ചാൽ അതിനൊരു ഗ്യാസിൻ്റെ അതായത് നമ്മൾ വൻപയറൊക്കെ എടുക്കുമ്പോൾ ഗ്യാസ് കയറും എന്നൊക്കെ പറയുകയല്ലേ, എന്ന് പറഞ്ഞാൽ ഇതിനും അതിന് കുറച്ചൊരിതുണ്ട്. പക്ഷെ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. കൂടുതൽ വർത്താനം ഒന്നും പറയാതെ ഇതിന് കുറച്ച് പണിയുള്ളത് കൊണ്ടും പണിയില്ലാത്തത് കൊണ്ടും ഇൻഗ്രീഡിയൻസ് എന്നാന്ന് പറഞ്ഞുതരാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മെക്സിക്കൻ സീസണിങ് ഉള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വേണ്ടിയത് ഇത് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് ജീരകപ്പൊടിയാണേ. പിന്നെ ഉള്ളത് കുറച്ച് മല്ലിപ്പൊടി. പിന്നെ എന്നാ വേണ്ടിയെന്നറിയാവോ? ഒന്ന് ഒറീഗാനോയാ. അത് പേടിക്കണ്ട, മിക്ക വീടുകളിലും ഇപ്പം പിസ്സയും എല്ലാം മേടിക്കുന്നതുകൊണ്ട് അതിനകത്ത് ആ സീസണിങ് കിട്ടും. അതും എടുത്തു വെച്ചാൽ മതി. ഇത് നമ്മൾ മേടിച്ച് വെച്ചേ പറ്റത്തുള്ളൂ. ഇത് ഒണിയൻ പൗഡറാണ്, ഉള്ളിയുടെ പൊടിയാ, അത്രേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ എബ്രോഡുള്ള ആൾക്കാരൊക്കെ ഒത്തിരി ഇതിങ്ങനെ മേടിക്കുന്ന, അതുകൊണ്ടാണ് നമ്മളാന്ന് ഉള്ളിയൊക്കെ വെട്ടിയരിഞ്ഞൊക്കെ ചെയ്യുന്നത്. ഇത് കുറച്ച് വെളുത്തുള്ളിയുടെ പൊടിയാ. ഇനി ഒരു കാര്യം ഞാൻ എൻ്റെ അമ്മമാരോടും ചേച്ചിമാരോടും പറയാം. ഈ വെളുത്തുള്ളിയുടെ പൊടിയും പിന്നെ ഇഞ്ചിയുടെ പൊടിയും ഇതേപോലെ മേടിക്കാൻ കിട്ടും. അത് സൂക്ഷിക്കുവാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ചീത്തയൊന്നും ആവത്തില്ല. അത് സൂക്ഷിക്കുവാണെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പ്രശ്നം വരുമ്പോഴും, അല്ല ഇഞ്ചി വെളുത്തുള്ളിയുടെ അതായത് നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ അങ്ങനെയൊന്നും പൊടി തിന്നാനും വേണ്ടിയിട്ടുള്ള ആ ഒരു കൂട്ടിനല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ചിക്കൻ കറി, ഒരു പെരട്ട്, ഇഞ്ചി വെളുത്തുള്ളിയുടെ അരച്ച് ചേർക്കുന്ന ഏത് സാധനത്തിനാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. ഞാൻ ആദ്യം വിചാരിച്ചു പറ്റത്തില്ലായിരിക്കുന്നു, പക്ഷെ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല, നല്ലതാ. ഇത്രയും സാധനമാ, ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെക്സിക്കൻ സീസണിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് അതിനകത്ത് വരുന്ന ഓരോ കറികളുടെ കറിയാണ്. ഫസ്റ്റ് ഞാൻ വെക്കാൻ പോകുന്നത് രാജ്മ പയറിൻ്റെ ഒരു കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയത് ഇത് കുറച്ച് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് പട്ടയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത രാജ്മ പയറാണ്. പട്ട എന്ന് പറയുമ്പോൾ പട്ടയുടെ ഇലയല്ല, തനി പട്ട. അത് കഴിഞ്ഞിട്ട് വേണ്ടിയത് കുറച്ച് സവാളയാ. ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. ഒരു മുഴുത്ത സവാള കൂട്ടിക്കോ. രാജ്മ പയറിന് കുറച്ച് എന്താ പറയുക ഗ്യാസ് ഉള്ളത് കൊണ്ടും വെളുത്തുള്ളി ഇത്രയല്ല, ഒരു ഇച്ചിരിയും കൂടെ കൂടുതലിടാം. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളകാണ്, എരിവുള്ളതോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് തക്കാളി, കുറച്ച് തക്കാളിയൊന്നുമില്ല, ഒരു മുഴുത്ത തക്കാളി ഒരു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. പിന്നെ അടുത്ത ലെയർ, അതായത് നമുക്കൊരു ബാസ്മതി റൈസാണ് വേണ്ടേ. അത് ബാസ്മതി റൈസിനെ നമുക്കൊരു ലെമൺ റൈസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ബട്ടർ ഏറ്റവും നല്ലതാ ഉപയോഗിക്കാൻ. പിന്നെ ഇത് കുറച്ച് ബാസ്മതി അരി വേവിച്ച് വെച്ചേക്കുക. ഇതിനകത്ത് വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല, തനി ഉപ്പ് ഇട്ടിട്ട് വെറുതെ വേവിച്ചതേ ഉള്ളൂ. അതിനെ ഞാൻ ലെമൺ റൈസ് ആക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് നാരങ്ങാ നീരും. ഇത്രയും സാധനമാണ് അടുത്ത ആ ചോറിന് വേണ്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് എന്നാന്ന് വെച്ചാൽ ബൊറീറ്റോ സോസ് ഉണ്ടാക്കാനാണ്. ഈ സോസിനകത്ത് സാധാരണ മയോണൈസ് ഇടാം. ഇതൊക്കെ ഒത്തിരി ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, കുറച്ച് തൈര്, പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ സോസ്, ഇച്ചിരി ചില്ലി സോസ്, കുറച്ച് വെളുത്തുള്ളി അതിനും വേണം. അതേപോലെ തന്നെ കുറച്ച് നമുക്ക് നാരങ്ങാ നീരും കൂടെ ഈ സോസിനകത്ത്
ചേർക്കണം. ഇതെല്ലാം പോയിട്ട് നമുക്ക് പനീർ, അതായത് നമ്മൾ ചിക്കൻ വേർഷൻ ആണെങ്കിൽ ചിക്കൻ, അതല്ല പനീറിന്റെ ആണെങ്കിൽ അങ്ങനെ. അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വേണ്ട, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 2 റാപ്പാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് എടുത്ത് വെച്ചാൽ മതി. ഇതിന്റെ കൂടെ കുറച്ച് വെജീസ് പോണമല്ലോ, അതുകൊണ്ട് സ്ഥിരം ഞാൻ എടുക്കുന്ന എളുപ്പവും കാണാൻ ഭംഗിയുള്ള 2 സാധനം, ദാറ്റ് ഇസ് ഉള്ളി, ക്യാപ്സിക്കം. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ക്യാരറ്റോ ബീട്രൂട്ടോ കോളിഫ്ലവറോ ബ്രോക്കോളിയോ എന്ത് വേണേലും ചേർക്കാം. പിന്നെ ഉള്ളത് കുറച്ച് ചീസാ. ഇതെന്നത്തിനറിയാം, ഇതിലൊന്നും ചേർക്കാനല്ല, കുറച്ച് സ്വാദ് കൂട്ടാനായിട്ടും നമുക്ക് ആ ഒരു ചീസിന്റെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടും നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് ചുട്ടെടുക്കുകയല്ലേ, നമ്മുടെ ടോട്ടിയിലോ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഗ്രേറ്റ് ചെയ്തിടാനാ. ഇനി അതിനെ ഒരു എന്താ പറയുക സാൻഡ്വിച്ച് രൂപത്തിലാണ് നമ്മൾ അതിനെ ചെയ്തെടുക്കുന്നത്. അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലെറ്റ്യൂസ്, അത് 2 ലീഫേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. അതായത് നമ്മുടെ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ അതിനകത്ത് മുഴുവനായിട്ട് നിൽക്കണം. ഇനിയിപ്പോൾ ലെറ്റ്യൂസ് നമുക്ക് കുറച്ച് കുറവാന്ന് വെച്ചാൽ ഞാനൊരു ഓപ്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ചൊന്ന് അരിഞ്ഞെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മെക്സിക്കൻ സീസണിങ്ങിന്റെ സാധനങ്ങൾ ചെയ്യാൻ പോവാണേ. അതിനെന്നാന്ന് വെച്ചാൽ അത് പൊടിക്കാനെന്ന് പറഞ്ഞാൽ ഒറിഗാനോ മാത്രമേ പൊടിയാനുള്ളൂ, പക്ഷെ എന്നാലും അത് പൊടിച്ചെടുത്തില്ലെങ്കിൽ ഒരു സുഖമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണേ. അത് കഴിഞ്ഞാൽ ജീരകപ്പൊടി 1 ടീസ്പൂൺ, അത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇനി ഒറിഗാനോ, ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ ഇതെല്ലാം ഓരോ ടീസ്പൂൺ, അല്ല 2 ടീസ്പൂൺ വീതം, സോറി. ഓക്കെ, ഇതിനെ നമ്മൾ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു മിക്സ്ചറാ നമ്മൾ എല്ലാ സാധനത്തിനകത്തും ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് മസാല എപ്പോഴും നമ്മുടെ അടുക്ക തന്നെ വേണം. എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതിനകത്തും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മെക്സിക്കൻ സീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പം ഞാൻ നെക്സ്റ്റ് രാജ്മയുടെ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ഏറ്റവും എളുപ്പമാണ്. ഇതിന് ബട്ടർ ഉപയോഗിക്കേണ്ടവർക്ക് ബട്ടർ ഉപയോഗിക്കാം, അതല്ല സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കേണ്ടവർക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ പോവാം. അപ്പൊ ഫസ്റ്റ് എണ്ണ ചൂടായി. ഇതിനകത്തോട്ട് ഞാൻ ദാണ്ടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഉള്ളിയും വെളുത്തുള്ളി രണ്ടും ഒരുപോലെ മൂക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഇച്ചിരി വെളുത്തുള്ളി കൂടുതൽ ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാജ്മ പയറാ, അന്നേരം ഇച്ചിരി ഗ്യാസിന്റെ പ്രോബ്ലം അത് ഉണ്ടാക്കും, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ആക്ച്വലി ഇത് എബ്രോഡ് ഡിഷ് ആണ്. അത് ചിലപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ മതി. ഈ ഉള്ളി ഒന്ന് ഇച്ചിരി നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആവണേ. ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ഇതിനകത്ത് ഇടുക. രാജ്മ പയർ പക്ഷെ ഉപ്പ് ഇട്ടാച്ചാ വേവിച്ചേക്കുന്നത്, അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. ഇനി ഈ പച്ചമുളകിന്റെ അളവ് പറയുവാന്നേല് എരിവ് നമ്മുടെ കണക്കാണ്. നിങ്ങൾക്ക് ഒത്തിരി വേണമെങ്കിൽ ഒത്തിരി ഇടാം. ഇതിപ്പോ അത്രയും വലിയ എരിവുള്ള പച്ചമുളകൊന്നും അല്ല. ഇനി മാത്രമല്ല ഇതിനകത്ത് വേറെ എരിവൊന്നും ഇല്ല. അതുകൊണ്ട് പക്ഷെ കൂട്ടിയിടാന്ന് ചോദിച്ചാൽ വേണ്ട കേട്ടോ. മെക്സിക്കൻ സീസണിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇട്ടേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 4 എണ്ണം അരിഞ്ഞതിൽ നേർ പകുതി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എനിക്ക് തന്നെ തോന്നുന്നില്ല ഇതൊരു ഭയങ്കര സ്പൈസി ആണ്. ബേസിക്കലി നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റിനും സ്പൈസ് അധികം വേണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ പിന്നെ നമ്മൾ എന്നാത്തിനാ വെറുതെ കൂട്ടുന്നത്. പക്ഷെ ഇത്രയും ദിവസം നമ്മുടെ അടുത്ത് വന്ന ഗസ്റ്റ് എല്ലാം ഉണ്ടല്ലോ സ്പൈസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ സ്പൈസ് കുറച്ചായിരിക്കും ഉപയോഗിക്കുന്നത് വിചാരിച്ചിട്ട് ഇച്ചിരി കുറച്ചാ ഉണ്ടാക്കിയത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ബേസ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കറിയുടെ രുചി എന്ന് പറയുന്നത് എല്ലാം അതിന്റെ എല്ലാ ഫ്ലേവറും നമ്മുടെ നാവിൽ ചെല്ലണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എരിവ് കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് വെള്ളം എല്ലാം കൂടെ കുടിച്ചാൽ ഉള്ള കറിയുടെ സ്വാദേ പോവും. അപ്പൊ അതെനിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മീഡിയം സൈസ് മീഡിയം ആയിട്ട് അതിന്റെ എരിവ് ചേർക്കുന്നത്.
അപ്പൊ ഉള്ളി ഒരു ഇച്ചിരി വാടി. ഇനി എന്നാന്ന് ഇതിനകത്തോട്ട് ഞാൻ ആ തക്കാളി ഇടാൻ പോവാ. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ ഒരു 3-4 പേരുണ്ടെങ്കിൽ ഇത്രയും തക്കാളി, ഒരു തക്കാളിയൊക്കെ ധാരാളം മതിയാവും. കാര്യം ഇതൊരു ബൗളോ അല്ലെങ്കിൽ റാപ്പോ ആണ്, ഒരു ഹെവിയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി ഒന്നും ഇത് കഴിക്കാൻ ഒക്കത്തില്ല. ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വാടി ആ തക്കാളി ഒന്ന് ഉടഞ്ഞു ചേരണേ. അതാ അതിന്റെ പരുവം. ഞാൻ ഇപ്രാവശ്യം മേടിച്ചേക്കുന്ന പച്ചമുളകിനാണെങ്കിൽ വലിയ എരിവില്ല. എനിക്കൊരു ഇച്ചിരിയും കൂടെ ബാക്കി ഇരുന്നിട്ട് അങ്ങ് സഹിക്കുന്നില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ഇതങ്ങ് ഇടാം, അല്ലെങ്കിൽ ഒട്ടും എരിവ് കാണത്തില്ല. ഈ രാജ്മ പയറൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വെറും വൻപയർ തിന്നുന്ന കൂട്ടിരിക്കുവേ. പക്ഷെ അന്നാ അങ്ങനെ അല്ല താനും. അങ്ങനത്തെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് മാത്രം ഫീൽ ചെയ്താണെങ്കിൽ പിന്നെ അത് വലിയ ഇതായി പോത്തില്ലേ. അതുകൊണ്ട് അങ്ങനെയല്ല. വേണ്ട തക്കാളിയൊക്കെ നല്ലതായിട്ട് ഉടഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ രാജ്മ പയർ ചേർക്കുക. ഇതിനകത്തോട്ട് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല അല്ലെ. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഈ രാജ്മ പയർ, തക്കാളി ഇത്രേ ചേർത്തുള്ളൂ. മറ്റേ സാധാരണ ഗതിയിൽ നമ്മൾ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം വാരി ചേർക്കും. ഇത് ഏത് നമ്മൾ ചേർത്താലും മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഈ മെക്സിക്കൻ സീസണിങ് ആണ്. അതാണ് നമ്മൾ ഇനി ചേർക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ പയർ തന്നെ വേവിച്ചേക്കുക, ഇതെല്ലാം തനിയെ ഇട്ടേക്കുക. ഇതിനകത്ത് ഫ്ലേവറിങ് ഏജൻസ് ആയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇതിന് വേണ്ടിയിട്ടുള്ള എരിവ് എത്രയാ, ഇതിന്റെ ഒരു അളവറിയാവല്ലോ നമുക്ക് വീടുകൾക്ക് വേണ്ടിയേ, അതനുസരിച്ചുള്ളത് എന്നാ പയറിനകത്തെല്ലാം പിടിക്കുകയും വേണം. അങ്ങനത്തെ അളവിനനുസരിച്ച് ഈ സീസണിങ് അതിലോട്ട് ഇടുക. ഓക്കെ, രാജ്മ പയർ വേവിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ആ വെള്ളം കുറച്ച് ബാക്കി വരുവേലേ. ഞാൻ എന്നാ ചെയ്താന്ന് വെച്ചാൽ അത് മുഴുവൻ വറ്റിച്ചെടുത്തു. എന്തൊരു പൊട്ടത്തര കാണിച്ചേ. ഇനിയിപ്പോ വേണ്ടേ ഈ ചേർത്തിരിക്കുന്ന എല്ലാം ഈ പയറയിലും എല്ലാം ഒന്ന് പിടിച്ച് അതൊന്ന് കറിയായി വരാൻ വേറെ വെള്ളം ചേർക്കണം. ഉപ്പ് ഉള്ളി വയറ്റിയപ്പോൾ ഇട്ടായിരുന്നു, അത് മതി. പിന്നെ നോക്കി വെച്ച് നമുക്ക് ഇടാം. കാര്യം എന്താന്ന് വെച്ചാൽ ബട്ടറിനകത്ത് ഉപ്പുണ്ട്, അപ്പം നമ്മൾ റൈസിൽ ചേർക്കും. ഇതെല്ലാം ഇനി ഒറ്റ ബൗളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒറ്റ റാപ്പിലേക്ക് പോകുന്ന സാധനം. അപ്പം ഉപ്പൊക്കെ ചേർക്കുമ്പോഴത്തേന് എപ്പോഴും ശ്രദ്ധിച്ചു വേണം ചേർക്കാനായിട്ട്. ഇതിനകത്ത് ഞാൻ ചേർക്കേണ്ട കംപ്ലീറ്റ് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ രാജ്മ പയറിനെ ഞാൻ വേവിച്ചെടുത്തതാ, കുക്കറിലിട്ട് വേവിച്ചെടുത്തതാ. പക്ഷെ എന്നാലും നമ്മൾ ചേർത്ത മസാല എല്ലാം ഒന്ന് അത് പിടിച്ച് പെരണ്ട് വരണം. അതിനായിട്ട് ഒരു ഇച്ചിരി സമയം കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനുള്ള സമയവും നമ്മുടെ ഇല്ല. അപ്പൊ എന്നാ ചെയ്യുന്നത്, ചെറിയ ഫ്ലെയിം കത്തിച്ചേച്ച് ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ സ്ലോ ഫ്ലെയിമേൽ ഇട്ടിട്ട് നമ്മുടെ റൈസ് ചെയ്യാൻ പോവാണേ. റൈസ് ആവുന്നിടം വരെ ഈ ലിഡ് ഇവിടെ ഇരുന്നോട്ടെ. അപ്പൊ നെക്സ്റ്റ് റൈസിന് വേണ്ടി നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പൊ സെക്കൻഡ് സെക്ഷൻ തീർന്നു. ഇത് ഞാനിങ്ങനെ സെക്ഷൻ ബൈ പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് നാളെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. നമ്മൾ ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് ചെയ്ത് കഴിഞ്ഞാലില്ലേ തെറ്റുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേച്ച്. നമ്മൾ ചെയ്യാൻ പോകുന്ന ബട്ടർ റൈസ് ആണ്, അല്ലാതെ വെറും റൈസ് അല്ല. ഞാൻ ഇടുന്ന ബട്ടർ കണ്ടേച്ചാൽ കുറ്റം പറയരുത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ബട്ടർ റൈസ് ആണ്. ഇതിന് വേറെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ബട്ടർ ഇടുക, മല്ലിയില ഇടുക, നാരങ്ങാനീര് ഒഴിക്കുക, ഉപ്പ് ഒഴിക്കുക. ചിലർ അണ്ടിപ്പരിപ്പൊക്കെ ഇടാറുണ്ട്, അത് നമ്മുടെ ഇഷ്ടം. പിസ്തായോ അണ്ടിപ്പരിപ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ റൈസ് അങ്ങ് ചേർക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് പ്ലെയിൻ റൈസ് വയ്ക്കാം, പക്ഷെ എന്നാലും ഒരു ഫ്ലേവേർഡ് റൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ. ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടാണ് ഇച്ചിരി വേവിച്ച്, അതിൻ്റെ കൂടെ ബട്ടറിൻ്റെ ഉപ്പും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഉപ്പ് ഇതിനകത്ത് ചേർക്കുകയില്ല. കുറച്ച് മല്ലിയില, ലെമൺ റൈസ് ആയതുകൊണ്ട് ഒത്തിരി പുളിപ്പും വേണ്ട. കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കായിരുന്നു, അരമുറി. ഇതിപ്പോൾ ഞാൻ പിഴിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ചൊഴിക്കുവാണേ. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ആ ബട്ടറും മല്ലിയിലയും നാരങ്ങയുടെ എല്ലാം ഒന്ന് ആ ചോറിൽ പിടിച്ചു കഴിഞ്ഞാൽ റൈസ് റെഡിയാവും. ഇപ്പുറത്ത് ഒരാളെ നമ്മൾ വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം.
ഒരു ഇച്ചിരി കൂടി ഒന്ന് വറ്റിക്കോട്ടെ. ഇത്രയേ ഉള്ളൂ റൈസിന്റെ പരിപാടി. അപ്പൊ ഞാൻ ഈ റൈസിന്റെ ഇത് മാറ്റി വെച്ചാൽ അടുത്ത വെജിറ്റബിൾ സ്റ്റോർട്ട് ചെയ്യണ്ടേ. വെജിറ്റബിൾ ആണെങ്കിൽ അങ്ങനെ, അതല്ല ചിക്കൻ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇതൊന്നും ഞാൻ മാറ്റി വെക്കട്ടെ. ഇത്രയേ ഉള്ളൂ റൈസിന്റെ പരിപാടി. ഇതിനകത്തോട്ട് തന്നെ ഞാൻ എൻ്റെ വെജിറ്റബിൾസും പനീറും, ഫസ്റ്റ് പനീർ ഒന്നിടാം. ഇത്രയും പനീർ വേണ്ട, നമുക്ക് കുറച്ച് മതി. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക. ഒരുപാട് മൂക്കുന്നതും മൂക്കാത്തതും ഒക്കെ നമ്മുടെ ഇഷ്ടമാ. നമ്മുടെ വെള്ളമെല്ലാം നല്ല പറ്റി. ഇനി ഇത് ഇവിടെ അരച്ചിടാം. ഓഫ് ചെയ്യുക. ഇതിനിപ്പോ ഏകദേശമായി. ചെറുതായിട്ട് പനീർ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, നമ്മുടെ വെജിറ്റബിൾസ് ഇടുക. ഈ പനീറിനും വെജിറ്റബിൾസിനും ഒരു സീസണിങ്ങും ചെയ്തിട്ടില്ല, ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പ്. ഓക്കെ, ഇതൊരു ചെറിയ തീയിലിരുന്ന് പനീറിനകത്ത് ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ. അപ്പത്തേക്ക് നമുക്ക് മെക്സിക്കൻ സോസ് ഉണ്ടാക്കണം. അതായത് ഇത് ഡ്രൈ ആയിട്ട് നമുക്ക് തിന്നാൻ ഒക്കത്തില്ല. അന്നേരം കുറച്ചൊരു സോസി ആയിട്ടിരുന്നാലല്ലേ തിന്നാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുള്ള സോസ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ബൗൾ എടുക്കട്ടെ. ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ, കട്ടി തൈരാ ഞാൻ പറഞ്ഞത്. പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ചൊരു ലൂസാണ്, കട്ടിയല്ല, കുറച്ച് ലൂസായിട്ടുള്ള തൈരാ. ഇതൊരു 4-5 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തില് കുറച്ച് സോസ്, ടൊമാറ്റോ കെച്ചപ്പ് ഒരു 2 ടീസ്പൂൺ, റെഡ് ചില്ലി സോസും വേണം. ഓക്കെ, ഇതിന്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് നാരങ്ങാനീര്. ഇതിനകത്ത് നമ്മുടെ മെക്സിക്കൻ സീസണിങ്ങും കൂടെ കുറച്ചിടണം. ഓക്കെ, ഇപ്പൊ നമ്മള് എല്ലാം ഞാനിപ്പം അതിനകത്ത് റാപ്പ് ചെയ്യാനുള്ള കംപ്ലീറ്റ് സാധനവും ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ സാലഡ്. അതെന്താന്ന് പറഞ്ഞുതരാം. ആക്ച്വലി ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞില്ലേ, ഒരു സാലഡിന്റെ കാര്യം പറഞ്ഞില്ലേ. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അതായത് നമ്മുടെ സാധാ സവാള, ടൊമാറ്റോ ഇതെല്ലാം കൂടെ അരിഞ്ഞ് നാരങ്ങ നീര് ഉപ്പിട്ട് വെച്ചേക്കുന്ന വെറും സാലഡാണ്. മല്ലിയില ധാരാളം ഇടണം. ഇത് മാത്രമേ ഉള്ളൂ. ഇതും കൂടെ ചേർത്താണ് റാപ്പ് ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബൗളിലേക്ക് പ്രസന്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചെയ്യുമ്പോൾ അവക്കാഡോ വെക്കാം, ലെറ്റ്യൂസ് വെക്കാം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുക്കള വൃത്തിയാക്കിയിട്ട് ചപ്പാത്തിയും ഉണ്ടാക്കി റാപ്പ് ചെയ്തിട്ട് അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതെന്ന് കാണാം. അതിന് കുറച്ച് പരിപാടിയുണ്ട്. കാര്യം വെച്ചാൽ മടക്കുന്നൊക്കെ കറക്റ്റായിട്ട് മടക്കി എടുക്കണം. എളുപ്പമാണ്. കുറച്ച് വലിയ ചപ്പാത്തി ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഈ മീറ്റ് റോൾ, ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ചെയ്തെടുത്തേച്ചാൽ മതി. മൈദ പക്ഷെ ചപ്പാത്തി ചുട്ടെടുക്കണം. അല്ലാതെ പച്ച മാവിൽ നമ്മൾ റാപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഇത്രയും സ്പെഷ്യൽ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ, എപ്പോഴും ഞാൻ പനീർ ചെയ്യും. ഇന്ന് പനീർ ചെയ്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, പനീർ ചെയ്തു. പക്ഷെ എന്നാലും കറിയെക്കാട്ടിലും ഒരു വ്യത്യാസം. മാത്രമല്ല ഇന്ന് വരുന്ന ഗസ്റ്റിന് സ്പൈസി ആയിട്ടൊന്നും വേണ്ടാന്നും പറഞ്ഞ്. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആർക്ക് എത്ര സ്പൈസി വേണ്ടാന്നുള്ളത് നീത പിള്ളയാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി സ്പൈസി വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് കൊടുക്കണം എന്നുണ്ട്. വെറുതെ ഒരു ഡിഷും അങ്ങനെ കൊടുക്കാതെ ഒരു വെറൈറ്റി അല്ലേ. Annie's Kitchen. Let's cook with love.